ഇന്ന് നല്ല മഴയും കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട്. നമുക്ക് 4 മണിക്ക് കാപ്പിക്ക് കൂട്ടാൻ ഇച്ചിരി മിച്ചർ ഉണ്ടാക്കി നോക്കാം. ഇന്ന് എന്നെ സഹായിക്കാൻ ഒരാളൂടെ എൻ്റെ കൂടെ ഉണ്ട്. എന്നാൽ നമുക്ക് ഈ കടലമാവ് ഒന്ന് അരിച്ചെടുക്കാം. 1/2 കിലോ കടലമാവാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് അല്ലാതെ കുഴയ്ക്കുകയാണെങ്കിൽ കട്ടയൊക്കെ കാണും. അതുകൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കുക നല്ലത്. കട്ട കണ്ടോ ഇതിനകത്ത്? ഇത്രയും കട്ടയുണ്ട് ഇതിനകത്ത്. അത് കൈ കൊണ്ടൊന്ന് ഉടച്ചാൽ ഇച്ചിരൂടെയൊക്കെ ചാടി വരും. അരിച്ചെടുത്ത കടലമാവ് നമുക്ക് ഒരു പാത്രത്തിലേക്കിടാം. ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കാം. നമുക്കിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കായം ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളം കുറവാണ്, ഇച്ചിരി കൂടെ ഒഴിക്കാം. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചേ ഇത് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. വെള്ളം അധികമായി പോയാൽ കൊള്ളുവേല. ഇത് ഏതാണ്ടൊരു ഇടിയപ്പത്തിൻ്റെ പരുവമൊക്കെ മതി. മാവ് കുഴച്ചത് അവിടെ ഇരിക്കട്ടെ. നമുക്കിതിന് വേണ്ടിയ സാധനങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യമായി വെളുത്തുള്ളി ചതച്ചെടുക്കാം. ആഹാ, കുഞ്ഞി കടലയൊക്കെ വാരി തിന്നും ഇടയ്ക്കല്ലേ. ചട്ടി എടുപ്പേ വെക്കാന്നാ. ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ആദ്യം വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. ഓരോരുത്തരെ ഓരോ സൈസിലാണ് മിച്ചർ ഉണ്ടാക്കുന്നത്. ചേർക്കുന്ന സാധനങ്ങളും വ്യത്യാസം ഉണ്ടാകും. ഉണ്ടോ, കരിയേപ്പില വെറുവറാന്ന് കിടക്കുന്നു. ഇനി കരിയേപ്പില കോരിയേക്കാം. നമുക്ക് എണ്ണയിലിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം.
അച്ഛമ്മച്ചി ഇതിൻ്റെ അകത്ത് ഈ ഉരുണ്ട് കിടക്കുന്ന സാധനം എങ്ങനെ ഉണ്ടാക്കുന്നേ? അതിന് നമ്മൾ ഇച്ചിരി വെള്ളം കൂടെ കൂടി ചേർത്ത് ഇതൊന്ന് ഇങ്ങനെ കുഴയ്ക്കണം. ഇച്ചിരി കൂടെ ഇങ്ങനെ കുഴച്ചിട്ട് നമ്മളിത് തവിക്കകത്ത് ഒഴിക്കുന്ന പരുവാക്കണം. ഇതിൻ്റെ പേരാണ് ബൂന്തി, മിച്ചറിന് ചേർക്കുന്ന സാധനം. കുഞ്ഞി കണ്ടോ? ഇത് കണ്ടോ? ഇത് ഈ പരുവത്തിൽ കിട്ടണം. ഇങ്ങനെ ഒഴിച്ചാൽ ഇങ്ങനെ വീഴണം. ഇങ്ങനെ കണ്ടോ? മുമ്പേ പറഞ്ഞില്ലേ കുഞ്ഞി, ഇതെന്തിനാണ്? ഇതാണിത്. എനിക്ക് മിക്സർ വേണ്ടേ? മിക്സർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ചുവ ഇളക്കി എടുക്കാം. കുഞ്ഞിക്ക് കടുങ്കാപ്പിയും മിച്ചറും കൂടെ തരട്ടെ കുഞ്ഞി? എന്നിട്ട് പറയണം നമ്മുടെ മിച്ചർ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ബാബാ എല്ലാരും വാ, കാപ്പി കുടിക്കേ. സൂപ്പറാണല്ലോ. ഇപ്പൊ പഴവും വന്നിട്ടുണ്ട്. ചൂട് കാപ്പിയും കൂടെ കുടിക്കും. എങ്ങനെയുണ്ട്? കൊള്ളാവോ? അപ്പം മഴയും മിച്ചറും പഴവും. മിച്ചർ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.